യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഞാനിതൊക്കെ ശ്രദ്ധിക്കാതിരുന്നാലേ എല്ലാം കൂടി ഒറ്റയ്ക്ക് വിഴുങ്ങാവുന്ന ഓരോരുത്തരുടെയും വിചാരം. കുറച്ചു ദിവസം ഈ വീട്ടിലൊരു സ്വസ്ഥതയുണ്ടായിരുന്നു. പോയ വയ്യാവേലിയിലൊക്കെ വലിച്ചു കയറ്റി ഇവിടെ കൊണ്ടുവന്നപ്പം ഇതൊക്കെ പ്രതീക്ഷിക്കണമായിരുന്നു. വന്ന് സ്വന്തം സഹോദരയുടെയും കുഞ്ഞിന്റെയും കാര്യം നോക്കാൻ മകന്റെ കാല് പിടിച്ച് ചെയ്യിക്കേണ്ട അവസ്ഥയായി. തലയുടെ മന്ത്രത്തിന്റെ ഒക്കെ ഒരു ശക്തിയേ. സോനെ, ഞാൻ കടയിൽ പോയിട്ട് വരാം. ശരി അമ്മേ. എന്ത് ദൈവമേ, അമ്മയും മോളും ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണല്ലോ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. എന്താ ഭാനുമ്മേ, എന്ത് പരദൂഷണോ പിന്നാലെ വന്ന് ഓതി കൊടുക്കുന്നേ? ഞാനൊന്നും ഓതിക്കൊടുത്തില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് കൂട്ടിവെച്ച് പ്രശ്നം ഉണ്ടാക്കാനുള്ള ആഗ്രഹമോ അങ്ങനെ ഒരു ലക്ഷ്യമോ എനിക്കില്ല. അങ്ങനെയുള്ളവർക്ക് പലതും തോന്നിയെന്നിരിക്കും. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ രണ്ടുപേര് സംസാരിക്കുന്നത് കണ്ട ഉടനെ അത് നിങ്ങളെ പറ്റിയാണെന്ന് ചിന്തിക്കുവോ? ഓ, നിങ്ങളെ രണ്ടുപേരെയും പറ്റി എനിക്ക് അറിയാത്തൊന്നും അല്ലല്ലോ. സോനെ, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്നെ വലിച്ചടിക്കുന്ന എന്തിനാ? ഞാനതിന് നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഭാനുമ്മയോടല്ലേ സംസാരിക്കുന്നത്. അതിനിടെ നിങ്ങൾ എന്തിനാ എന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നേ? നിങ്ങൾ എന്നെ എന്ന് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ അന്ന് തീർന്നതാ നിങ്ങളുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും. സോനെ, നീ ഒരു നുണ 100 പ്രാവശ്യം പറഞ്ഞാലും അത് സത്യമാവാൻ പോകുന്നില്ല. അന്നിവിടെ എന്താ സംഭവിച്ചെന്ന് മറ്റുള്ളവർക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ എനിക്ക് നിനക്കും അത് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ നിന്നെ ഇറക്കി വിട്ടെന്ന് നീ നുണ പറഞ്ഞു കഴിഞ്ഞാ അതിന്റെ പേരിൽ ഞാൻ ഒരിക്കലും വിഷമിക്കാൻ പോകുന്നില്ല. ഓ, ഒരു സത്യഭാമ. നിങ്ങൾ ഇപ്പൊ ഈ വീട്ടിൽ നിൽക്കാൻ കാരണം ഞാനാ. ഞാൻ തന്ന ഭിക്ഷയാ ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം. അത് മറക്കണ്ട. എന്ത് ദൈവമേ. സോന, എന്ത് വർത്താനോ നീ പറയുന്നത്? മര്യാദയ്ക്ക് സംസാരിച്ചു പഠിച്ചില്ലെങ്കിൽ പറയുന്ന ഓരോ വാക്കിനും നീ അനുഭവിക്കേണ്ടി വരും. എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് വെച്ചാ എന്ത് ചെയ്യും? നിങ്ങളെന്താ എന്നെ പ്രാഗുവാണോ? ഞാൻ പ്രാഗിതൊന്നും അല്ല, ഉള്ള കാര്യം പറഞ്ഞതാ. കർമ്മഫലം അതാരാണേലും അനുഭവിച്ചേ പറ്റൂ. വെറുതെ നിന്ന് വഴക്കുണ്ടാക്കാൻ നോക്കാതെ നീ നിന്റെ മുറി പോ സോനെ. നീ എന്തിനാ കരയുന്നേ? അവള് പറഞ്ഞ കേട്ടില്ലേ ഭാനുമ്മേ? അവൾ എനിക്ക് തന്ന ഭിക്ഷയാണ് ഈ ജീവിതം എന്ന്. അവൾ ഓരോ വട്ടു പറയുന്ന കേട്ട് കരയാൻ നിനക്ക് നാണമില്ലേനു? അതല്ല ഭാനുമ്മേ, അമ്മ ഇന്ദ്രേട്ടനോട് എന്തൊക്കെ പറഞ്ഞിട്ടും ഇന്ദ്രേട്ടൻ അവരോടൊന്ന് ദേഷ്യപ്പെടുക പോലും ചെയ്യാതെ എത്ര കാര്യമായിട്ടാ സംസാരിക്കുന്നത്. അതുപോലെ എന്നോടും പെരുമാറിയിരുന്നെങ്കിൽ സോനിയൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഇന്ദ്രനെല്ലാം അറിയാനോ. നീ എന്താണെന്നും അവരെന്താണെന്നും ഇന്ദ്രന് ശരിക്കും അറിയാം. പക്ഷെ ഈ ബന്ധങ്ങളുടെ കുരുക്കിൽ കിടന്ന് ചില തെറ്റുകൾ വരുന്നതാ. അതൊക്കെ മാറുന്ന സമയം ഉടനെ ഉണ്ടാവും. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. കരയാതെ മോളെ, കരയാതെ. യൂസഫൊക്കെ പണമായിട്ട് ഇത്ര പെട്ടെന്ന് എത്തി? ശബരിയല്ലേ? അതെ, ഞങ്ങള് യൂസഫൊക്കെ പറഞ്ഞിട്ട് വന്നതാ. ആണോ? അകത്ത് വരൂ. യൂസഫൊക്കെ പണം തന്ന അയച്ചതായിരിക്കുമല്ലേ? ഇക്ക ബാങ്കിൽ പോയിരിക്കുക. അവിടെ എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ട്. അതെല്ലാം ചെയ്തു തീർത്തിട്ടേ ഇക്ക വരൂ. ആണോ? നിങ്ങൾ പണ്ടയച്ച ചരക്കിന്റെ ബില്ല് കയ്യിലില്ലേ? ഉണ്ടല്ലോ.
അത് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാനാണ് ഞങ്ങൾ അയച്ചത്. അത് ഞാൻ എടുത്തു തരാം. ദാ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. യൂസഫൊക്കെ പണമായിട്ട് ഇങ്ങോട്ട് വരും. ആ, വേഗം വരാൻ പറയണം. ഉച്ച കഴിയുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ട്രെയിൻ വൈകിട്ട് 5 മണിക്കാണെങ്കിലും എനിക്ക് 1-2 കടയിൽ കൂടി കയറാനുണ്ട്. ശരി, പറയാം. ആ. ഇനി അധികം താമസിക്കാതെ തന്നെ വന്നോളൂ. ആ. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ. ഓ ശരി. വാടാ. നമ്മൾ വിചാരിച്ചതിലും വേഗത്തിൽ ട്രാവൽസ് മെച്ചപ്പെടുന്നുണ്ടല്ലേ ഏട്ടാ? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താ അതിന്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും. 2-3 വണ്ടികൾ കൂടി എടുക്കുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. നീ പറഞ്ഞത് ശരിയാ, പക്ഷെ ഒരു എടുത്തിയാട്ടം വേണ്ട. പതിയെ ആലോചിച്ച് വേണ്ടത് ചെയ്യാം. എല്ലാ ഏട്ടന്റെ തീരുമാനം പോലെ മതി. ബിസിനസിനെ കുറിച്ച് എനിക്ക് ഏട്ടൻ പറഞ്ഞെന്ന് അറിവല്ലേ ഉള്ളൂ. ആ, ഇതാര്? ഭാനുവമ്മയാ? ഇരിക്ക്. എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. ആ, ഏതായാലും ഇരിക്ക്. അല്ല, പ്രതിഭയ്ക്ക് ഭാനുവമ്മ എവിടെ നിന്ന് കിട്ടി? ബാങ്കിൽ പോയിട്ട് വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് കണ്ടതാ. ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോ ഒന്നിച്ചു പോരാന്ന് കരുതി. ഭാനുവമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും ആകട്ടെ? വേണ്ട മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ഭാനുവമ്മേ? നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലേ? വീട്ടിലെ കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് സംസാരിക്കുന്നതല്ലേ നല്ലത്. വീട്ടിൽ വെച്ച് എങ്ങനെ സംസാരിക്കും? നിന്റെ അമ്മ അതിനു വല്ലതും സമ്മതിക്കോ? ഇന്ന് തന്നെ എന്താ ഉണ്ടായെന്ന് നിനക്കറിയാവോ? ആ പാവം അനുവിനോട് സോന എന്തൊക്കെയാ പറഞ്ഞത്? എന്താ ഭാനുവമ്മേ ഇത്? ഇതൊക്കെ സാധാരണയല്ലേ? സാധാരണയോ? ഇതാണോ സാധാരണ? അനുവിനെ പോലെ ഒരു പെണ്ണിനെ കിട്ടിയത് നിന്റെ വീട്ടുകാരുടെയും പുണ്യമാ. പക്ഷേ അതിന്റെ വില മനസ്സിലാക്കാതെ ആ പാവത്തിനെ കഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. ഇന്ന് സോന പറയുന്നത് കേട്ട് എന്റെ കണ്ണു വരെ നിറഞ്ഞുപോയി. ഇന്ന് നിന്റെ പെങ്ങള് പറയുക അവള് കൊടുത്ത ഭിക്ഷയാണ് അനുവിന്റെ ജീവിതമെന്ന്.